ഇന്ന് ആരോഗ്യകിരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഷിബി വർഗീസ്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് മെൻസസിനെ കുറിച്ച്, എന്താണ് ആർത്തവം, അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഇന്ന് കുറേ ആളുകൾ അതിന് ശേഷം വ്യക്തിപരമായി മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നത്. മെൻസസ് സമയത്ത് നമ്മൾ സാധാരണയായി പാഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. പാഡുകൾ നമുക്കറിയാം വളരെയധികം കോസ്റ്റ്ലിയാണ്. ഒരു മാസം തന്നെ ഏതാണ്ട് 500 രൂപയിലധികം നമുക്ക് ചിലവ് വരികയും ചെയ്യും. മാത്രമല്ല അതുമൂലം മറ്റു പല പ്രശ്നങ്ങളും, ഒരു ശാരീരിക പ്രശ്നങ്ങൾ, ചൊറിച്ചിലുകളോ അല്ലെങ്കിൽ അതിന് ആ പാഡുകളിൽ അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അത് പരിസ്ഥിതിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ബദലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇന്ന് വളരെ കുറച്ച് ആളുകൾ ഇടയിലേക്ക് മാത്രമേ ഇത് ഉപയോഗത്തിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇത് മെൻസ്ട്രൽ കപ്പിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇത് യൂസർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണ ഇതാണ് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇത് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടും. 3 തരത്തിൽപ്പെട്ട മെൻസ്ട്രൽ കപ്പുകളുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറയുന്നു. നമ്മൾ സാധാരണയായി ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ ഒരു ലേഡീസിനെ സംബന്ധിച്ച് ഒരു മീഡിയം എന്ന് പറയുന്ന ഒരു മെൻസ്ട്രൽ കപ്പാണ് സാധാരണയായിട്ട് ഇതുപോലെ മീഡിയത്തിലൊരു മെൻസ്ട്രൽ കപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ലാർജ് കുറച്ചും കൂടി ഒരു 3-4 4-ലധികമോ ഒക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള, കുറച്ചും കൂടി അത് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടില്ല, വജൈന കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ലേഡീസിനാണ് സാധാരണ ലാർജ് കപ്പ്. അല്ലാത്ത ആളുകൾക്കെല്ലാം മീഡിയം കപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് മെൻസ്ട്രൽ കപ്പ് കിട്ടിയതിന് ശേഷം നമ്മളിതൊരു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളൊരു വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് മുങ്ങിക്കിടക്കണം. ഈ ഒരു കപ്പ് അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ആദ്യമായിട്ടത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ സാധാരണയായി പാഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിലൊക്കെ നല്ല രീതിയിൽ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു ഉച്ചവരെ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പാഡ് മാറേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. എന്നാൽ മെൻസ്ട്രൽ കപ്പ് നമുക്കറിയാം ഏകദേശം ഒരു 12 മണിക്കൂർ വരെ ചിലപ്പോൾ നമുക്ക് മെൻസ്ട്രൽ കപ്പ് നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പല ആളുകൾക്കും ഇതിൽ വളരെ ഭയമാണ്. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, വജൈന റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും യാതൊരു തരത്തിൽപ്പെട്ടൊരു പ്രശ്നവും വരികയില്ല. ഇത് പലപ്പോഴും ആളുകൾ ചിലപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്നുള്ള അതറിയാത്തത് കൊണ്ട് മാത്രമാണ് പല ആളുകൾക്കും പ്രശ്നമുണ്ടാകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണത് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. പല രീതിയിലുള്ള ഇൻസേർഷൻ ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യാവുന്ന 2 രീതികളാണ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ചെറുതായിട്ട് ഞെക്കിയതിന് ശേഷം ഇത്തരത്തിൽ വന്ന് ഈ രീതിയിലേക്ക് മെൻസ്ട്രൽ കപ്പ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ ഞെക്കി ശേഷം നമ്മളിത് മെൻസ്ട്രൽ കപ്പ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. മറ്റൊരു രീതി പറയുന്ന സി ഷേപ്ഡ് ആയിട്ടുള്ള, നമ്മളിത് ഏതാണ്ട് ഒരു സി പോലെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സി ഷേപ്ഡ് ആക്കി അത് നടുക്ക് വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ മടക്കിയതിന് ശേഷം ഒരു സി ഷേപ്ഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും നല്ല ഈ 2 മെത്തേഡ്, മറ്റു പല മെത്തേഡുകളും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ 2 മെത്തേഡുകൾ നമുക്ക് കൂടുതൽ നമുക്ക് സേഫായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കാണിച്ച മെത്തേഡ് ഈ ഒരു മുകളിൽ മാത്രം ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു സൂചി പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു സൂചി പോലെ വന്നിട്ടുണ്ട്. ഈ രീതിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമുക്കിത് വജൈനയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന വരെ സ്ക്വാറ്റിംഗ് പൊസിഷനിലോ, അല്ലെങ്കിൽ നമ്മൾ നിന്നതിന് ശേഷം കാല് ഒരു ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് കാല് വെച്ചതിന് ശേഷമോ, അങ്ങനെയുള്ള ഈ 2 രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ
നമ്മളൊന്ന് അല്ലെങ്കിൽ തന്നെ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഇതൊരു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് ചൂടുവെള്ളത്തിൽ. അതിനുശേഷം നമുക്ക് ഒരു ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ലൂബ്രിക്കൻ്റ് വല്ലതും വാങ്ങിക്കുകയാണെങ്കിൽ ആ ലൂബ്രിക്കൻ്റ് ചെറുതായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. ലൂബ്രിക്കൻ്റ് അതിൻ്റെ ഈ അറ്റത്ത് മാത്രം വളരെ ചെറുതായിട്ട് ലൂബ്രിക്കൻ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. ലൂബ്രിക്കൻ്റ് ചെറുതായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഈ സൈഡിൽ മാത്രം പ്രസ് ചെയ്ത് ഇതൊരു സൂചി കൃത്യമായിട്ട് വെക്കുന്ന രീതിയിലേക്കാക്കി നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ നമ്മൾ സാധാരണ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് താഴെ കാല് വെച്ച് ഒരു കാല് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ശ്വാസം ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം വളരെ സാവധാനത്തിൽ ഇത് നമുക്ക് അകത്തേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടി കാണിക്കാവുന്നതാണ്. വളരെ സാവധാനത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് വജൈനയിൽ കാണുന്നത് പോലെയാണ് കാണുന്നത്. ഉള്ളിലേക്ക് ഇൻസേർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ അത് അവിടെ ചെന്ന് ഒരു ടിക്ക് എന്ന് പറഞ്ഞ ശബ്ദത്തിൽ ഇതവിടെ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇത് സേഫായിട്ട് അവിടെ നിന്നോളും. വളരെ ഒരു കാരണവശാൽ ഇത് പുറത്തേക്ക് പോരുകയില്ല. അപ്പോൾ ചില ആളുകൾ ചുരുട്ടിയൊക്കെ അല്ലെ ഇത്തരത്തിൽ ചുരുട്ടിയൊക്കെ രീതിയിലൊക്കെ വെച്ചിട്ടായിരിക്കും ആളുകൾക്ക് ഫെയിലിയർ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഓപ്പൺ ആവാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് കണ്ടോ. ഇങ്ങനെയുള്ള സമയത്ത് ഓപ്പൺ ആവാനുള്ള ബുദ്ധിമുട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡുകൾ ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഇത്തരത്തിലൊരു മടക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിലുണ്ടോ ടിക്ക് എന്നുള്ള ശബ്ദത്തോടു കൂടി അത് നമുക്ക് അവിടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കാരണവശാലും അത് താഴേക്ക് പോരുകയില്ല. അപ്പോൾ ഗർഭപാത്രം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മസ്കുലർ ഓർഗനാണ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ പേടിയുണ്ട് ഇത് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉള്ളിലേക്ക് കയറിപ്പോയി അത് വല്ല ബ്ലോക്ക് ആക്കിയെന്ന്. ഒരു കാരണവശാൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഗർഭപാത്രം എന്ന് പറയുന്ന വളരെ ചെറിയൊരു മസ്കുലർ ഓർഗൻ. അതിന് മുകളിൽ നിൽക്കുന്ന ഗർഭപാത്രത്തിന് താഴെ സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ കൂടിയുണ്ട്. അതിൻ്റെ ഓർഗനല്ല യൂട്രസിന് താഴെ വരുന്നത് യൂട്രസിന് താഴെ സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. യൂട്രസിൻ്റെ തന്നെ ഭാഗമാണത്. അപ്പോൾ അതിൻ്റെ താഴോട്ടാണ് വജൈന വരുന്നത്. നമ്മൾ ഈ വജൈനയിലൂടെ ആണ് നമ്മൾ ഈ ഇത് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെർവിക്സിൽ നിന്ന് ഈ ഗർഭപാത്രത്തിൽ നിന്ന് സെർവിക്സിലൂടെ വരുന്ന ബ്ലഡാണ് ഇതിനകത്തേക്ക് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ സെർവിക്സിനകത്തുനിന്ന് ബ്ലഡ് കൃത്യമായിട്ട് ഇതിനകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഓപ്പണായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് അത് അവിടെ ഇരുന്നോളും. ഏതാണ്ട് 12 മണിക്കൂർ വരെ ഇതിവിടെ ബ്ലഡ് കളക്ട് ചെയ്ത് ഇവിടെ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവുകയില്ല. നമുക്കിത് ഇത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിൽ പോകാം, ബാത്റൂമിൽ പോകാം, ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് യാത്ര ചെയ്യുമ്പോഴോ ഈവൻ ഡാൻസ് കളിക്കുമ്പോഴോ അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് ഇത് ഏർപ്പെടുമ്പോൾ ഇതൊരു യാതൊരു വിധത്തിൽപ്പെട്ട നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. കൃത്യമായിട്ട് നമ്മളിതിവിടെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഏകദേശം ഒരു 12 മണിക്കൂർ ഇപ്പോൾ വളരെ ഹെവി ഫ്ലോ ഉള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കാവുന്നതാണ്. നമുക്ക് ഈ വളരെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ തന്നെയുള്ള കണ്ട ഈ താഴ്ഭാഗത്ത് വളരെ ചെറുതായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇത് പതുക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോരുന്നതാണ്. ഒന്നുകൂടി കാണിക്കാം. ഇത് വജൈന ആണെങ്കിൽ ഇവിടെ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നു. നമുക്കതിന് ശേഷം ഇതിൻ്റെ ടെയിൽ ഭാഗത്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ പ്രഷർ കൊടുക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴേക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പുറത്തേക്ക് വരുന്നതാണ്. അതിനുശേഷം ഈ ബ്ലഡ് ടോയ്ലറ്റിൽ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെക്കി അതിനുശേഷം വജൈനയിലേക്ക് തിരിച്ച് അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ നമുക്ക് മെൻസസിൻ്റെ കാലയളവിൽ മുഴുവൻ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മെൻസസിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ആ തവണത്തെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് കിട്ടിയപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ട് അത് നമ്മൾ നകപ്പ വെള്ളം ഇട്ട് അതിനകത്ത് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അത് ലഭിച്ച അതേ കവറിൽ തന്നെ നമ്മൾ വെച്ച് പൊടിയൊന്നും കയറാതെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. തൊട്ടടുത്ത പീരീഡ്സിന് മുന്നിലുള്ള സമയത്ത് ഒന്നുകൂടി എടുക്കുക, ഒന്നും കൂടി സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഏതാണ്ട് നമ്മൾ സാധാരണ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പല വിലകളുടെ ഉണ്ട്. പല വിലകളുടെ ഏതാണ്ട് ഒരു 450, 500, 550, 600 രൂപ ഒക്കെ വരുന്ന രീതിയിൽ മെൻസ്ട്രൽ കപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെച്ച് നമുക്ക് ഏകദേശം ഒരു 5-6 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി മോശമാവുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കറിയാം ഒരു പാഡിന് തന്നെ നമുക്കൊരു മാസം 500 രൂപ ചിലവാകുമ്പോൾ ഇത് വളരെ നമുക്ക് ഫിനാൻഷ്യലി യൂസ്ഫുള്ളാണ്, അതുപോലെ യൂസർ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല നമ്മൾ പല ആളുകളും പാഡ് കത്തിക്കുന്നതിലൂടെ നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പല കാര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെ ക്ലീൻ ഇന്ത്യ എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത്തരത്തിൽ പാഡുകൾ മൂലം ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതി മലിനീകരണം നമുക്കറിയാം. ഞാൻ സാധാരണ സ്കൂളുകളിലൊക്കെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അത് ടീച്ചേഴ്സൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, പാഡുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു പ്രവണത പല ആളുകളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീടുകളിൽ തന്നെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല ആളുകളും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് സാധാരണ ഒരു അൺമാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ചെറിയ കപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാറ്. കഴിവതും നമുക്ക് മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ മെൻസ്ട്രൽ കപ്പ് കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നന്നാവുക. എങ്കിൽ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്മോൾ കപ്പുകളാണ് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന മീഡിയം, ലാർജ്. മീഡിയം എന്ന് പറയുന്ന കപ്പാണ് നമ്മൾ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത്. പല ആളുകൾക്കും ഇത് പേടി വരുന്നത്. എന്നോട് ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരാൾ ഡൗട്ട് ചോദിച്ചത്, അതായത് അവരിത് ഇട്ടതിന് ശേഷം അതിനകത്ത് ലീക്കേജ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. കാരണം ബ്ലഡ് പുറത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ പ്രധാനപ്പെട്ടൊരു കാരണം ഉണ്ടായത് അവരത് ഇൻസേർട്ട് ചെയ്തത് ശരിയായില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. മുകളിൽ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ ആദ്യം ചെറുതായിട്ടൊരു ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ഫ്ലെക്സിബിൾ ആവും ആദ്യം തന്നെ. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൂബ്രിക്കൻറ്റ് നമ്മൾ സാധാരണ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ചെറിയ രീതിയിൽ ലൂബ്രിക്കൻറ്റ് ഇവിടെ മുകളിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആ ഒച്ച വരുന്നുണ്ടെന്ന്, ഓപ്പൺ ആവുന്ന ഒച്ച നമുക്ക് ഫീൽ ആവുന്നുണ്ടെന്ന് നോക്കാം. അത് തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു കാരണവശാലും നമുക്കവിടെ ബ്ലഡിൻ്റെ ലീക്കേജ് നമുക്കവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ പല കാരണവശാലും ലീക്കേജ് ഉണ്ടാവാൻ വേണ്ടിയുള്ള കാരണം വരുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻസേർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇനി ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിലൂടെയുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ഇനി വളരെ ചുരുക്കം ആളുകൾക്ക് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് അലർജി ഉണ്ടാക്കാം. അത് വളരെ ചുരുക്കം ആളുകൾ, ചില ആളുകൾക്ക് ചില വസ്തുക്കളോടൊക്കെ അലർജി ഉണ്ടാകും. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം, അങ്ങനെയുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ മെൻസ്ട്രൽ കപ്പ് കൊണ്ട് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത എല്ലാ ആളുകൾക്കും വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പറയുന്നത് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ മറ്റേ എല്ലാ ആളുകളിലേക്കും നമ്മൾ എത്തിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി തുടർന്ന് വരുന്ന ആരോഗ്യ കിരണത്തിൽ നമുക്ക് ആരോഗ്യപരമായ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു.